സോ ഹേ ഗൈസ്, അപ്പം അങ്ങനെ നമ്മളുടെ ഈദ് ഷോപ്പിംഗ് ഒന്നും ഇവിടെ നിന്ന് അവസാനിച്ചിട്ടില്ല. കാരണം ഇന്നലെ മിലിഞ്ഞാന്ന് ഞങ്ങൾ വന്നു, മിലിഞ്ഞാന്ന് രാത്രി തന്നെ പോയി. പിന്നെ അതുപോലെ ഇന്നലെ രാത്രി പോയി. ഇപ്പോഴും പോകണം SM സ്ട്രീറ്റിലോട്ട് തന്നെ, കാരണം കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. അജുവളിയൊക്കെ ഇപ്പോൾ ജോബിന് പോയേക്കണം. ഞാനും ഉമ്മയും അതുമോനും തന്നെ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്. ഉച്ചയ്ക്ക് പോകുമ്പോൾ അതാണ് പ്രശ്നം, നല്ല വെയിലുണ്ട്. കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ എണീച്ചുള്ളൂ. ഒരു 11 മണി 12 മണി ആയി കാണാൻ ഞാൻ ചിലപ്പോൾ എണീച്ചിട്ടുണ്ട്. അതെല്ലാം കിടന്ന് ഉറങ്ങിപ്പോയി. ഞാനൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് റെഡിയായി. ഉമ്മ ഇതുവരെയായിട്ട് റെഡി ആയിട്ടില്ല. സോ ആൾക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് വീണ്ടും SM സ്ട്രീറ്റിലോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ ഇന്നലെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാൻഡൽസും അതേപോലെ ഇയറിങ്സും ഒക്കെ വാങ്ങണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി. പിന്നെ അത് കൂടാതെ നമ്മളാകെ ടയേർഡായി. അപ്പോൾ പിന്നെ വേറെ ഷോപ്പിലൊന്നും പോകണ്ട വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നൊരു രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് മെല്ലെ ഇറങ്ങിയതാണ്. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് സിൽക്ക് മന്ദിറിലോട്ടാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉമ്മാക്ക് നല്ല അടിപൊളി ചുരിദാറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ ഉമ്മാക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഒന്നും എടുത്തില്ല. എന്നിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് SM സ്ട്രീറ്റിലോട്ട് വന്നു. ആദ്യം തന്നെ ചെരുപ്പ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് മുൻകാണെങ്കിൽ നോമ്പില്ലാത്തതുകൊണ്ട് ഉമ്മ അവനക്ക് എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടി മേടിച്ചു കൊടുത്തിരുന്നു. പിന്നെ അങ്ങനെ അവിടുത്തെ ഒരു ഫാൻസി ഷോപ്പിലോട്ട് പോയപ്പോൾ നല്ല അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതൊന്നും ഇല്ല. എനിക്കതോടൊന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. പിന്നീട് നമുക്ക് ഓൺലൈനിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ നോമ്പ് കറിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഗോകുലം മാളിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഞാനിന്ന് അങ്ങനെ കപ്സ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് കപ്സയുടെ ഒരു കിറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ അല്ലാതെ ചിലർ ആവശ്യമുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചിക്കന്, ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് മേടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എണ്ണ പലഹാരങ്ങളൊക്കെ നോക്കി. പക്ഷെ ഒന്നും മേടിച്ചില്ല. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അച്ചു പെട്ടെന്ന് വന്നത്. അവളുടെ ജോബ് കഴിഞ്ഞിട്ട് നേരെ അവിടേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ സാധനങ്ങളൊക്കെ അവളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഞങ്ങൾ നേരെ അങ്ങനെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു. ഞാനങ്ങനെ വീട്ടിൽ വന്നതൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ നേരെ കപ്സ് ഉണ്ടാക്കി. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഉപ്പ വന്നു. ഉപ്പ അവിടെ ഉണ്ടായിരുന്നില്ല, ഉപ്പ കണ്ണൂരായിരുന്നു. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങൾ നേരെ അങ്ങനെ തൃശ്ശൂരിലോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ ഓൺ ദ വേയിൽ നമ്മൾ കോട്ടക്കൽ സൈനിൽ കയറി. കാരണം നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോഫി എന്തെങ്കിലും കുടിച്ചാലോ വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത്. പക്ഷെ എൻ്റെ കണ്ണ് ഫുള്ള് പോയത് സൈൻ ലബാനിലോട്ടാണ്. കഫേന്ന് നമ്മൾ അങ്ങനെ ഒരു ക്യാപ്പച്ചീനോ കുടിച്ചിട്ട് സൈൻ ലബാനിലോട്ട് പോയിട്ട് അവിടുത്തെ ലോട്ടസ് ബിക്കോഫും ന്യൂട്ടല്ലയുടെ ഒരു സംഭവമാണ് വാങ്ങിയത്. അതൊരു 2-3 സ്പൂണ് കഴിക്കുമ്പോൾ തന്നെ ആകെ മൊപ്പായി. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു 10-12 1 മണിയൊക്കെ ആയ സമയത്തും ഞങ്ങൾ വീടെത്തിയപ്പോൾ ബ്ലാക്കും മുജിയും അവിടെ വീട്ടിലെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു.